ഹലോ ഫ്രണ്ട്സ്, 2019 വിഷുഫലം അത്തം നക്ഷത്രക്കാർക്ക് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിങ്ങനെ ഈ താഴെ ഒരു റെഡ് ബട്ടൺ കാണിക്കുന്നുണ്ട്, അതിലുള്ള ആ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ചാനൽ അതൊന്ന് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് വിഷു എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. വിഷു എന്ന് പറയുന്നത് സൂര്യൻ ഓരോരോ രാശിയിലും ഓരോരോ മാസമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ 12 രാശിയിലും 12 മാസം സഞ്ചരിക്കും. അങ്ങനെ 12ാമത്തെ മാസമായ മീനം കഴിഞ്ഞ് മേടത്തിലോട്ട് എൻട്രി ചെയ്യുന്ന ആ ദിവസമാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. പൊതുവെ ഓരോരോ വർഷത്തിനും ഓരോരോ പേരുണ്ട്. ഈ വർഷം വികാരി എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുകയെന്നുണ്ടെങ്കിൽ വ്രതം അവസാനിക്കുന്നു. അങ്ങനെയാകുമ്പം ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം ആലോചിച്ച് നടക്കാത്തവർക്ക് ഈ വർഷം ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ ഈ വർഷം കല്യാണം നടക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം 50% ആയിരിക്കും ഈ പറയുന്ന അത്തം നക്ഷത്രക്കാർക്ക് ഏകദേശം കറക്റ്റായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 50% നിങ്ങളുടെ ജാതകത്തിലുള്ള നിങ്ങൾ ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങളുടെ അടിസ്ഥാനമായി വെച്ചായിരിക്കും ബാക്കി നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നത്. ഞാൻ പറയുന്നതിൻ്റെ കൂടുതൽ ഗുണങ്ങളും അതല്ലെങ്കിൽ കൂടുതൽ ദോഷവും അത് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ജാതകം വെച്ചായിരിക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങളുടെ ആ ഇത് നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. ഇനി അത്തം നക്ഷത്രക്കാർക്ക് ഏകദേശം ഈ വർഷം എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വർഷം അത്തം നക്ഷത്രക്കാർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി സംബന്ധമായിട്ട് അവർക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാകും ഈ വർഷം. കാര്യം വെച്ചാൽ 10 എന്ന് പറയുന്നത് തൊഴിലാണ്. ഈ തൊഴിലിൽ 10 രാഹു നിൽക്കുന്നതുകൊണ്ട് ഇതിനെ അത് അങ്ങ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് വേറെ നല്ല ജോലികൾ കിട്ടാനും ഇല്ലെങ്കിൽ ഉള്ള ജോലിയാകുമ്പം നമുക്കതിൽ പ്രൊമോഷൻ കിട്ടാനും ഈ പ്രൊമോഷൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സാലറിയും കൂടെ അത് ഇൻക്രീസ് ആവും. അങ്ങനെയാകുമ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഈ വർഷം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ബിസിനസ് തുടങ്ങാനും ഇല്ലെങ്കിൽ ആ ബിസിനസ്സിനകത്ത് ഇമ്പ്രൂവും ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. അതുമാത്രമല്ല ഗവൺമെൻറ് ജോബ് ഈ പറയുന്ന അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ PSC ഒക്കെ എഴുതിയിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് ഈ വർഷം കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ അവരുടെ ടാലൻറ്റ് അവർക്ക് ഈ വർഷം ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. വീണ്ടും എന്തെങ്കിലും കഴിവ് അവർക്കുണ്ടെങ്കിൽ. പിന്നെ ദൈവവിശ്വാസം അവർക്ക് ഇച്ചിരി കൂടുതലായിരിക്കും. പിന്നെ ആധാരം എഴുത്ത് അങ്ങനെ പ്രോപ്പർട്ടീസ് മറ്റേ സ്റ്റാമ്പ്സായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളും അവർക്ക് ഈ വർഷം നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ധനവും ഈ വർഷം അവർക്ക് കൂടുതൽ വരും. പിന്നെ അവർക്കുള്ള ദോഷം എന്താണെന്ന് പറയാമെന്നുണ്ടെങ്കിൽ അവർക്ക് 4 കേതുവും വ്യാഴവും ശനിയും സഞ്ചരിക്കുന്നുണ്ട്. അത് വ്യാഴം വലിയൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അത് ഒക്ടോബർ മാസം വരെ അതുണ്ട്. അത് കഴിയുമ്പം അവർക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുകൾ വരും. എന്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് 4 എന്ന് പറയുന്നത് അമ്മയുടെ സ്ഥാനമായിരിക്കും. അങ്ങനെയാകുമ്പം അമ്മയായിട്ടുള്ള കോണ്ടാക്റ്റ് ഇവർക്ക് റിലേഷൻഷിപ്പിൽ ഒരു ചെറിയൊരു അകൽച്ച വരാനുള്ള ചാൻസ് ഉണ്ട് അവർക്ക് ഈ ഒക്ടോബർ കഴിയുന്ന സമയത്ത്. പിന്നെ അവരുടെ ആ വീടും അത് വെച്ചുള്ള വീടുമായിട്ടുള്ള ബന്ധങ്ങൾ അവർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവരുടെ അച്ഛൻ അവർക്ക് എന്തെങ്കിലും ഈ പറയുന്ന അത്തം നക്ഷത്രക്കാർക്ക് അവരുടെ അച്ഛൻ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് കൂടാനുള്ള ഒരു ചാൻസും ഈ വർഷമുണ്ട്. പിന്നെ നിങ്ങളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും അവളങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിന് നിങ്ങളെപ്പറ്റി ആൾക്കാർ ചീത്തപ്പേര് കേൾക്കാനുള്ള ഒരു ചാൻസും കൂടുതലുണ്ട്. ചെറിയൊരു ഒക്ടോബർ കഴിയുമ്പം ഒരു ചെറിയൊരു സ്വസ്ഥത കുറവ് നിങ്ങൾക്ക് ഉണ്ടാവാം. പിന്നെ നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് ഒരു ചെറിയൊരു അകൽച്ച ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ ആൾക്കാരുമായിട്ട് ഇടപെടുന്നത് അതും ചെറിയൊരു ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടിയായിട്ട് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇതിനു മുമ്പ് ഈ ഒക്ടോബറിന് മുമ്പ് വണ്ടി മേടിക്കാനും ഒക്ടോബർ കഴിയുമ്പം അവർക്ക് വണ്ടി വെച്ചിട്ടുള്ള ചെറിയ ഒരു ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസും ഈ വർഷം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിൻ്റെ കൂടെ കൂടുതൽ പോസിറ്റീവായിട്ടും കൂടുതൽ നെഗറ്റീവായിട്ടും അത് കിട്ടുമെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജനിച്ച ആ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ അടിസ്ഥാനമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയും നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കിയുള്ള വീഡിയോസും കൂടെ കയറി ഒന്ന് കാണണം. നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് ഇന്ന് കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.